ഇന്ന് നമുക്ക് കുറച്ച് കുട്ടികളോട് സംസാരിക്കാനുള്ള ചെറിയ ചെറിയ വാക്കുകൾ, വലിയ സെന്റൻസ് ഒന്നുമല്ല, ചെറിയ ചെറിയ വാക്കുകൾ ഒന്ന് നോക്കാം. അപ്പൊ അതിന് ഗ്രാമറിന്റെ ഒരു ആവശ്യം തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് തന്നെ കിടക്കാം. വലിയ ഗ്രാമർ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ഒന്നാമത്തെ കുറെ വാക്കുകളുണ്ട് കേട്ടോ. സെന്റൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, വാക്കുകൾ. ആദ്യം തന്നെ നമുക്ക് നോക്കാം. നമുക്ക് എപ്പോഴും കുട്ടികളോട് പറയേണ്ട ഒരു കാര്യമാണ് കീപ് സൈലൻസ്, അല്ലേ? നിശബ്ദമായിട്ടിരിക്കൂ, നിശബ്ദത സൂക്ഷിക്കൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നിശബ്ദമായിട്ടിരിക്കൂ, മിണ്ടാതിരിക്കൂ, കീപ് സൈലൻസ്. ഇനി നമ്മൾ പറയും പോയി ഉറങ്ങ്, ഗോ സ്ലീപ്പ്, അല്ലെങ്കിൽ ഗോ ആൻഡ് സ്ലീപ്പ്, അല്ലെങ്കിൽ ഗോ സ്ലീപ്പ്, പോവുക, ഉറങ്ങുക. ആ രണ്ട് വാക്കങ്ങ് പറഞ്ഞാൽ മതി. ഇനി പോയി തുണി കഴുകിയിട, ഗോ ആൻഡ് വാഷ് യുവർ യൂണിഫോം, യൂണിഫോം കഴുകിയിട, ഗോ ആൻഡ് വാഷ് യുവർ യൂണിഫോം. നിങ്ങൾ എൻ്റെ ഒപ്പം പറയൂ, ഗോ ആൻഡ് വാഷ് യുവർ യൂണിഫോം. പോയി നിന്റെ തുണി കഴുകിയിട്, ഗോ ആൻഡ് വാഷ് യുവർ യൂണിഫോം. ഇനി മുഖം കഴുക, നിന്റെ മുഖം കഴുക, വാഷ് യുവർ ഫേസ്, വാഷ് യുവർ ഫേസ്, മുഖം കഴുക, വാഷ് യുവർ ഫേസ്. നിന്റെ നഖങ്ങൾ വെട്ട്, കട്ട് യുവർ നെയിൽസ്, നഖങ്ങൾ മുറിക്കുക, അതായത് നഖം വെട്ട് നമ്മൾ ട്രിം ഒക്കെ ഉപയോഗിക്കാം. കട്ട് യുവർ നെയിൽ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കട്ട് യുവർ നെയിൽസ്, നെയിൽസ് കട്ട് ചെയ്യും. ഇനി എന്താണ് വേറെ? ചോറ് മുഴുവൻ കഴിക്കുക, മുഴുവൻ ചോറും കഴിക്കുക, ഇറ്റ് ഓൾ റൈസ്, ഇറ്റ് ഓൾ മീൽസ്, ഇറ്റ് ഓൾ റൈസ്, ചോറ് മുഴുവൻ കഴിക്കുക. വന്ന് കഴിക്കുക, കം ആൻഡ് ഹാവ് ഇറ്റ്, വന്ന് കഴിക്കുക, കം ആൻഡ് ഹാവ് ഇറ്റ്, കം ആൻഡ് ഹാവ് ഇറ്റ്, വന്ന് കഴിക്ക്, കം ആൻഡ് ഹാവ് ഇറ്റ്. ഇനി നീ നിന്റെ കട്ടിലേ പോയി കിടക്ക്, കട്ടിലേ പോയി കിടന്ന് ഉറങ്ങ്, ഗോ ആൻഡ് സ്ലീപ്പ് ഓൺ യുവർ ബെഡ്, ഗോ ആൻഡ് സ്ലീപ്പ് ഓൺ യുവർ ബെഡ്. കട്ടിൽ പോയി കിടന്നുറങ്ങ്, ഗോ ആൻഡ് സ്ലീപ്പ് ഓൺ യുവർ ബെഡ്. കുട്ടികൾ നിലത്തൊക്കെ കിടക്കുമ്പോൾ നമ്മൾ പറയും ഗോ ആൻഡ് സ്ലീപ്പ് ഓൺ യുവർ ബെഡ്, കട്ടിൽ പോയി കിടന്നുറങ്ങ്. നമ്മൾ അമ്മമാര് കുട്ടികളുടെ മുടിയൊക്കെ കെട്ടിക്കിടക്കുമ്പോൾ പറയും അനങ്ങാതെ നിൽക്ക്, സ്റ്റാൻഡ് സ്റ്റിൽ, അനങ്ങാതെ നിൽക്കെന്ന് പറയും, അല്ലെ? കുട്ടികളുടെ മുടി കെട്ടി കൊടുക്കുമ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ, അനങ്ങാതെ നിൽക്ക്, സ്റ്റാൻഡ് സ്റ്റിൽ. അനങ്ങരുത്, ഡോണ്ട് മൂവ്. ഡോണ്ട് ടേക്ക് ദാറ്റ്, അത് എടുക്കരുത്, ഡോണ്ട് ടേക്ക് ദാറ്റ്, അത് എടുക്കരുത്. ഡോണ്ട് ടച്ച് ഇറ്റ്, ഇതിൽ തൊടരുത്, ഡോണ്ട് ടച്ച് ഇറ്റ്, ഇത് തൊടരുത്. എത്ര സിമ്പിൾ ആയിരുന്നു. ഗ്രാമർ കുറെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ അങ്ങ് പറഞ്ഞാൽ മതി, അല്ലെ? ഇനി നമ്മൾ കുട്ടികളോട് പറഞ്ഞ ഗെറ്റ് അപ്പ്, എഴുന്നേൽക്ക്, ഗെറ്റ് അപ്പ്. ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത്, പോയി പല്ല് തേക്ക് നിന്റെ, ഗോ ആൻഡ് ബ്രഷ് യുവർ ടീത്ത്, പോയി പല്ല് തേക്ക് നിന്റെ. പിന്നെ നമ്മൾ ആൺകുട്ടികളാണെങ്കിൽ കൈയുടെ സ്ലീവ് ഇങ്ങനെ മടക്കി വെക്കാൻ വേണ്ടി നമ്മൾ പറയും, അല്ലേ? കുട്ടികളോട് നമ്മൾ പറയും കൈയുടെ സ്ലീവ് മടക്കി വെക്ക്. അതെങ്ങനെയാ പറയുക? റോൾ അപ്പ് യുവർ സ്ലീവ്, എന്റെ സ്ലീവ് മടക്കി വെക്ക്, റോൾ അപ്പ് യുവർ സ്ലീവ്. ഇത് ഈ കൈയുടെ ഇതിനെ സ്ലീവ് എന്ന് പറയും, അതിങ്ങനെ മടക്ക്, റോൾ അപ്പ് യുവർ സ്ലീവ്, റോൾ അപ്പ് യുവർ സ്ലീവ്. ഇതിന്റെ കൈ മടക്കി വെക്ക്, റോൾ അപ്പ് യുവർ സ്ലീവ്. ഇനി പിന്നെ എന്താണ്? ഡോണ്ട് ക്ലൈംബ് ദാറ്റ്. നമ്മൾ കുട്ടികൾ സ്റ്റെയറിൽ അങ്ങനെയൊക്കെ വലിഞ്ഞു കയറുമ്പോൾ നമ്മൾ പറയും അങ്ങനെ കയറരുത്, ഡോണ്ട് ക്ലൈംബ് ദാറ്റ്, ഡോണ്ട് ക്ലൈംബ്, കയറരുത്. വേഗമാവട്ടെ, ഹറി അപ്പ്, വേഗമാവട്ടെ. പിന്നെ കുട്ടികളോട് നമ്മൾ പറയും സെ താങ്ക് യു, താങ്ക് യു പറയ, സെ താങ്ക് യു, താങ്ക് യു പറയ. സെ ഗുഡ് ബൈ, ഗുഡ് ബൈ പറയ, സെ ഗുഡ് ബൈ, സെ ബൈ, ബൈ പറയ. സെ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് പറയ. കുഞ്ഞു കുഞ്ഞു വാക്കുകൾ, അല്ലെ? ഇനി കം ഡൗൺ സ്റ്റെയർ. ആരെങ്കിലും വന്നാൽ, ഇപ്പൊ എല്ലാ വീടുകളിലും നടക്കുന്ന ഒരു എന്താണ്, ഒരു കലാപരിപാടിയാണ്. ആരെങ്കിലും വന്നാൽ കുട്ടികളോടെ വിളിച്ചിട്ട് താഴോട്ട് വരുത്തുക, കം ഡൗൺ സ്റ്റെയർ, താഴോട്ട് വാ, കം ഡൗൺ സ്റ്റെയർ, താഴോട്ട് വാ. പിന്നെ ബഹുമാനിക്കാൻ പഠിക്കുക. അത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ലേൺ ടു റെസ്പെക്ട് എൽഡേഴ്സ്, ലേൺ ടു റെസ്പെക്ട് എൽഡേഴ്സ്, എൽഡേഴ്സിനെ ബഹുമാനിക്കാൻ പഠിക്കുക, ലേൺ ടു റെസ്പെക്ട് എൽഡേഴ്സ്. ഇനി എന്താണ്? എന്നെ ശല്യപ്പെടുത്തുന്നതൊന്ന് നിർത്ത്, സ്റ്റോപ്പ് ഇറിറ്റേറ്റിംഗ്, ശല്യപ്പെടുത്തുന്നതൊന്ന് നിർത്ത്, സ്റ്റോപ്പ് ഇറിറ്റേറ്റിംഗ്. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സ്റ്റോപ്പ് ഇറിറ്റേറ്റിംഗ് മീ, എന്നെ ശല്യപ്പെടുത്തുന്നതൊന്ന് നിർത്ത്, സ്റ്റോപ്പ് ഇറിറ്റേറ്റിംഗ് മീ. ആൻഡ് ഡോണ്ട് മേക്ക് എ നോയ്സ്, ഒച്ച ഉണ്ടാക്കരുത്, ഡോണ്ട് മേക്ക് നോയ്സ്, ഒച്ച ഉണ്ടാക്കരുത്, ഡോണ്ട് മേക്ക് നോയ്സ്, ഒച്ച ഉണ്ടാക്കരുത്. ഇനി നന്നായി പഠിക്കുക. എങ്ങനെ പറയാം? ഞാൻ പറഞ്ഞില്ല അതിന് ഗ്രാമർ ഒന്നും വേണ്ടെന്ന്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. എങ്ങനെയാ? നന്നായി പഠിക്കുക, സ്റ്റഡി വെൽ, ഗോ ആൻഡ് സ്റ്റഡി വെൽ, പോയി നന്നായി പഠിക്കുക.
സ്റ്റഡി വെൽ, ഗോ ആൻഡ് സ്റ്റഡി വെൽ, നന്നായി പഠിക്ക്. ഇനി മഴയത്ത് നനയരുത്, നനയരുത്, ഡോണ്ട് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ. മഴയത്ത് നനയരുത്, മഴയത്ത് നനയരുത്, നീ മഴയത്ത് നനയരുത്, ഡോണ്ട് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ, ഡോണ്ട് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ, മഴയത്ത് നനയരുത്. ടി വി ഒന്ന് ഓണാക്കിക്കേ. നിങ്ങൾ പറയേ, ടേൺ ഓൺ ദ ടി വി, ടേൺ ഓൺ ദ ടി വി. ആ ടി വി ഒന്ന് ഓഫ് ചെയ്യ്. ടേൺ ഓഫ് ദ ടി വി, ടേൺ ഓൺ ദ ടി വി, ടേൺ ഓഫ് ദ ടി വി. കുറേ സെന്റൻസ് ആയി അല്ലേ? ഇനി പറയാം, ജനലടയ്ക്ക്, ആ ജനലടയ്ക്ക്, ക്ലോസ് ദാറ്റ് വിൻഡോ, ക്ലോസ് ദാറ്റ് വിൻഡോ, ആ ജനലടയ്ക്ക്. എൻ്റെ അടുത്ത് നിൽക്ക്, എൻ്റെ ഒപ്പം നിൽക്ക്, അല്ലെ ഞങ്ങളുടെ ഒപ്പം നിൽക്ക്, നിൽക്ക്. കുട്ടികളോടൊക്കെ എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുന്ന കുട്ടി, ഉഫ് ഞങ്ങളുടെ അടുത്ത് നിൽക്ക്, ഞങ്ങളുടെ ഒപ്പം നിൽക്ക്, സ്റ്റാൻഡ് വിത്ത് അസ്, സ്റ്റാൻഡ് വിത്ത് അസ്, ഞങ്ങളുടെ ഒപ്പം നിൽക്ക്, സ്റ്റാൻഡ് വിത്ത് അസ്. ഹോൾഡ് മൈ ഹാൻഡ്, കയ്യിൽ പിടി, ഹോൾഡ് മൈ ഹാൻഡ്സ്, എൻ്റെ കൈകളിൽ പിടി, എൻ്റെ കയ്യെ പിടി, ഹോൾഡ് മൈ ഹാൻഡ്. തിരക്കുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും ഹോൾഡ് മൈ ഹാൻഡ്, കയ്യിൽ പിടി. ഗോ ആൻഡ് റീഡ് ദ ന്യൂസ് പേപ്പർ, പോയി ന്യൂസ് പേപ്പർ വായിക്ക്, പോയി പേപ്പർ വായിക്ക്. ഗോ ആൻഡ് റീഡ് ദ ന്യൂസ് പേപ്പർ. ഇതൊക്കെ എന്താ കുഞ്ഞു, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ വാക്ക് എന്താണോ അതങ്ങ് പറയുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനകത്തൊരു ഗ്രാമറോ ഒന്നുമില്ല, അതങ്ങ് പറയുക, അത്രേ. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾ തന്നെ പറ, ഞാൻ പറഞ്ഞില്ല അതിനകത്ത് ഗ്രാമർ ഒന്നുമില്ല, അങ്ങ് പറഞ്ഞാൽ മതി. ഡ്രിങ്ക് വാട്ടർ വെൽ, ഡ്രിങ്ക് വാട്ടർ വെൽ, നന്നായിട്ട് കുടിക്കുക, ഡ്രിങ്ക് വാട്ടർ വെൽ, നന്നായിട്ട് വെള്ളം കുടിക്കട്ടെ, ഡ്രിങ്ക് വാട്ടർ വെൽ. എൻ്റെ ഒപ്പം നടക്ക്, വാക്ക് വിത്ത് മീ, എൻ്റെ ഒപ്പം നടക്ക്, വാക്ക് വിത്ത് മീ. കുറേ സെന്റൻസ് ആയി അല്ലേ? കുറേ ഒരുപാട് സെന്റൻസ് എന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ, ചെറിയ ചെറിയ വാക്കുകൾ. അപ്പൊ ഇത് ഇത്ര മതി നിങ്ങൾക്ക്. ഇനി നിങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് കൊച്ചുകുട്ടികളോട് ഇതിങ്ങനെ സൂക്ഷിക്കണം, നടക്കണം, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയണമെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ നമുക്ക് ആ ഒരു വേർബ് അങ്ങ് പറഞ്ഞാൽ മതി. അതിനകത്ത് ഇനി ടെൻസിന്റെ കാര്യമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾക്കിപ്പം നമ്മൾ പറഞ്ഞില്ലേ, പോയി ഉറങ്ങുക, പോവുക, ഗോ, ഉറങ്ങുക, സ്ലീപ്പ്. പോയി വായിക്ക്, ഗോ, പോവുക, വായിക്ക്, റീഡ്. പോയി കളിക്ക്, ഗോ, കളിക്കുക, പ്ലേ. വന്ന് പഠിക്ക്, കം, പഠിക്കുക, സ്റ്റഡി. എന്നെ നോക്ക്, ലുക്ക് അറ്റ് മീ, എന്നെ നോക്ക്, അങ്ങോട്ട് നോക്ക്. ഇതൊക്കെ എന്താണ്? ആ വാക്കുകൾ മാത്രം പറഞ്ഞാൽ അതിനകത്തൊരു ടെൻസിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അരുത് എന്ന് പറയാൻ ഡോണ്ട് ഉപയോഗിക്കുക. നീ ചെയ്യരുത്, എങ്ങനെ പറയാ? യു ഡോണ്ട് ഡു, ചെയ്യരുത്. നീ പോകരുത്, യു ഡോണ്ട് ഗോ, പോകരുത്. നീ സംസാരിക്കരുത്, യു ഡോണ്ട് സ്പീക്ക്, സംസാരിക്കരുത്. അരുത് എന്ന് പറയാൻ ഈ ഡോണ്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇപ്പൊ നീ ഉറങ്ങരുത്, ഡോണ്ട് സ്ലീപ്പ് നൗ, ഇപ്പൊ ഉറങ്ങരുത്, അല്ലേ? അപ്പൊ അതെല്ലാം എന്താണ്? ഇതിനകത്ത് ഇങ്ങനെ ഒരു ഗ്രാമർ പഠിച്ചാലേ ഇത് പറയാം. കൊച്ചുകുട്ടികളോട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മലയാളത്തിന്റെ ഇംഗ്ലീഷ് വാക്കങ്ങ് പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കുറേയൊക്കെ കുട്ടികളോട് പറയാനുള്ള കുറേ വാക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞ് പഠിക്കുക, കേട്ട് പഠിക്കുക. ഇതുകൂടാതെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറയുന്ന ഒത്തിരി ഒത്തിരി വാക്കുകളുണ്ട്, ഒത്തിരി ഒത്തിരി വാക്കുകളുണ്ട്. ആ വാക്കുകളൊക്കെ നിങ്ങൾ പറയാനും കൂടെ ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് ചെറിയൊരു ക്ലാസ് ആണ്. അത് ഒന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ ഇങ്ങനെയുമാണ് ഇംഗ്ലീഷ്. ഇത് പേടിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒക്കെ സംസാരിക്കാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾ മാത്രമായിരിക്കും. അപ്പൊ വിളിച്ച് എന്നോട് പലരും ചോദിക്കുന്ന, മേഡം എനിക്ക് കുറേ പേരുടെ കൂടി ഇരുന്ന് സംസാരിക്കാൻ, എനിക്ക് കുറച്ചൊക്കെ പക്ഷെ ഒത്തിരി പേരുടെ കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെയില്ല. നമുക്ക് സ്പീക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് അത് പേഴ്സണൽ ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മാത്രം, ഒരാൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് അല്ല, നിങ്ങൾക്ക് അല്ലാതെയും കോൾ ചെയ്യാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം കുറച്ച് ബുദ്ധിമുട്ടുള്ള സെന്റൻസുകളൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു.